നമ്മുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും എല്ലാം ഉപയോഗിക്കുന്ന 1000 വാട്ടിന് താഴെയൊക്കെയുള്ള ചെറിയ ഇലക്ട്രിക് ഉപകരണങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്തിനനുസരിച്ച് ഓണാകാനും ഓഫാകാനും ഒക്കെ പറ്റിയ രീതിയിലുള്ള ഒരു ഡിജിറ്റൽ ടൈമർ നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ആയിട്ടുള്ള ലോഡുകൾ അതിലൂടെ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല. കാരണം അതിലൊരു ചെറിയ PCB റിലേ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് 1000 വാട്ടിന് മുകളിലുള്ള ഹെവി ആയിട്ടുള്ള മെഷീനറികളും വാട്ടർ പമ്പ് പോലെയുള്ള വലിയ ഉപകരണങ്ങളും എല്ലാം ഇതുപോലെ സമയം സെറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഓണാകാനും ഓഫാകാനും പറ്റിയ രീതിയിൽ എങ്ങനെ സംവിധാനിച്ചെടുക്കാമെന്ന് നോക്കാം. ഇങ്ങനെ നമുക്ക് 5000 വാട്ടിന്റെയോ 10000 വാട്ടിന്റെയോ ഒക്കെ എത്ര ഹെവി ആയിട്ടുള്ള ഉപകരണങ്ങളും ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓൺ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമ്മൾ ഇതിന്റെ വർക്ക് ആരംഭിക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഒരു ഡിജിറ്റൽ ടൈമർ സ്വിച്ച് ആണ്. ഇത് നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കൂടെ കാണാം ഇതിന്റെ ഒരു യൂസർ മാനുവൽ ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ സെറ്റിങ്ങും കാര്യങ്ങളും എല്ലാം അതിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലുള്ള ഒരു ഗ്ലാസ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ബട്ടണുകൾ പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ ഇതിനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ പുറകുവശത്തായിട്ട് കാണാവുന്നതാണ് ഇതിലേക്ക് ഇൻപുട്ടായിട്ട് 2 കണക്ഷനും ഔട്ട്പുട്ടായിട്ട് 2 കണക്ഷനുമാണുള്ളത്. ഇതുപോലത്തെ ടൈമർ സ്വിച്ചുകൾ 4 കണക്ഷനുള്ളതും 5 കണക്ഷനുള്ളതുമെല്ലാം ലഭ്യമാണ്. ഇതിൽ 4 കണക്ഷനുള്ളതാണ് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത്. പിന്നെ ഇതിന്റെ ഏറ്റവും താഴെയായിട്ട് ഒരു ഭാഗം നിങ്ങൾക്കൂടെ കാണാം. അത് നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് തിക്കിയെടുത്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് ഈ ടൈമറിന്റെ ഡിസ്പ്ലേയും മെമ്മറിയും എല്ലാം വർക്ക് ചെയ്യുന്നത്. മാക്സിമം 1 HP വരെയുള്ള ലോഡുകൾ ഇതിലേക്ക് നേരിട്ട് തന്നെ ഇതിന്റെ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യാമെന്നെല്ലാം ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഹെവി ലോഡാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ടൈമർ സ്വിച്ചിന്റെ കൂടെ നമുക്കൊരു കോണ്ടാക്ടർ കൂടി ആവശ്യമുണ്ട്. ഞാനിവിടെ ഒരു കോണ്ടാക്ടർ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്കൂടെ കാണാം 25 ആംപിയറിന്റെ ആണ്. 25 ആംപിയർ വരെയുള്ള ലോഡ് ഇതിലൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് ഏത് ഉപകരണമാണോ ഉപയോഗിക്കുന്നത് അത് എത്ര വാട്ട് ലോഡ് എടുക്കുമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ആംപിയറിലുള്ള ഒരു കോണ്ടാക്ടർ വാങ്ങിയാൽ മതി. അപ്പോൾ നമ്മൾ ഇതിന്റെ കണക്ഷൻ കൊടുക്കാൻ തുടങ്ങുകയാണ്. ആദ്യം നമുക്ക് ഇതിന്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഡബിൾ വയറുകൾ 2 പീസുകൾ ആവശ്യമുണ്ട്. അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കണക്ടറുകളും ആവശ്യമുണ്ട്. അതെല്ലാം ഞാൻ ഈ വയറിലേക്ക് സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കണക്ഷനുകൾ പരസ്പരം ടച്ച് ആകാതിരിക്കുവാനും നമുക്ക് ഇതിൽ നിന്ന് ഷോക്ക് അടിക്കാതിരിക്കുവാനും ഇതുപോലെ ഒരു സ്ലീവ് ഉപയോഗിക്കാം. ഞാനിവിടെ 6mm സ്ലീവ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഇതുപോലെ കടത്തി വെച്ചിട്ട് ഇതുപോലെ ലൈറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അത് അതിലേക്ക് ചേർന്നിരുന്നു കൊള്ളും. ഈ ടൈമർ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുന്ന 4 പിന്നുകളിലും ഇതുപോലെ സ്ലീവ് ഇട്ട് കൊടുക്കണം. എങ്കിൽ ആ ഭാഗം സേഫ് ആയിരുന്നു കൊള്ളും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം എല്ലാ വയറുകൾക്കും ഞാൻ സ്ലീവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ടൈമർ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യം 2 വയറുകൾ ഈ ടൈമർ സ്വിച്ചിന്റെ ഇൻപുട്ട് ഭാഗത്തുള്ള 2 പിന്നുകളിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ ടൈമർ സ്വിച്ചിന്റെ ഇൻപുട്ടിന് ആവശ്യമായിട്ടുള്ള 230 വോൾട്ട് AC കൊടുക്കുന്നതിന് ആവശ്യമായ വയറുകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് കണക്ഷനുകളാണ് കൊടുക്കുന്നത്. ബാക്കിയുള്ള 2 വയറുകൾ ഇതിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് വെക്കുക. ഔട്ട്പുട്ടിൽ നിന്നുള്ള 2 വയറുകളും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഇതിൽ 1, 2 എന്ന് നമ്പർ ഇട്ടിട്ടുള്ളത് ഇൻപുട്ടിന്റെ വയറുകളും 4, 5 എന്ന് നമ്പർ ഇട്ടിട്ടുള്ളത് ഔട്ട്പുട്ടിന്റെ വയറുകളുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം കണക്ട് ചെയ്യാൻ പോകുന്നത് ഇൻപുട്ടിന്റെ 2 വയറുകളാണ്. അതിലേക്ക് ഞാനൊരു 2 പിന്നിൽ വയർ പിടിപ്പിച്ചിട്ടുണ്ട്. ആ 2 കണക്ഷനുകൾ നമ്മൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മുടെ സപ്ലൈയിൽ നിന്ന് വരുന്ന 2 വയറുകൾ ഈ ടൈമർ സ്വിച്ചിന്റെ ഇൻപുട്ടിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യുക. അത് AC ആയതുകൊണ്ട് തന്നെ പോസിറ്റീവും നെഗറ്റീവും ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ടൈമർ സ്വിച്ചിന്റെ ഇൻപുട്ടിന്റെ 2 വയറിലേക്ക് 2 പിന്നിൽ നിന്ന് വരുന്ന 2 വയറുകൾ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഇൻസുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ പണി കൂടിയുണ്ട്. ചെറിയൊരു വയർ പീസ് കൂടി എടുത്തിട്ട് ഇതിലേക്ക് വീണ്ടും നമ്മൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ഇൻപുട്ടിൽ നിന്ന് 2 വയർ കണക്ഷനുകൾ കൂടി നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. അത് എവിടേക്കാണ് കൊടുക്കുന്നതെന്ന് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഈ 2 പിന്നിൽ നിന്ന് നമ്മൾ 2 വയർ കൂടി വേറെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗം തമ്മിൽ ടച്ച് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഷോർട്ടായി പോവും. ഇപ്പോൾ ഞാനിവിടെ ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ചിട്ട് വളരെ നന്നായിട്ട് തന്നെ ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ചെയ്തത് ഈ 2 പിന്നിൽ നിന്ന് വരുന്ന 230 വോൾട്ട് AC നേരിട്ട് ടൈമർ സ്വിച്ചിന്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തു. അതിൽ നിന്ന് തന്നെ വേറെ ഒരു വയർ കൂടി എടുത്തിട്ടുണ്ട്. അതിലും 230 വോൾട്ട് സപ്ലൈ വരുന്നതാണ്. അത് നമ്മൾ എങ്ങോട്ടാണ് കണക്ട് ചെയ്യുന്നതെന്ന് കാണിക്കാം.
ഇത് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് കോണ്ടാക്ടറിലേക്കാണ്. ഈ കോണ്ടാക്ടർ വഴിയാണല്ലോ നമ്മൾ ഹെവി ലോഡ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെന്തായാലും ഒരു ഇൻപുട്ട് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്കൂടെ കാണാം ഈ കോണ്ടാക്ടറിന്റെ കണക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ കോയിലിന്റെ കണക്ഷനുകൾ A1 A2 എന്നുള്ളതാണെന്നും പിന്നെ ഇതിന്റെ കോണ്ടാക്ടർ കണക്ഷനുകൾ ഏതൊക്കെയാണെന്നുള്ളതെല്ലാം ഇവിടെ മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കണക്ട് ചെയ്യാൻ പോകുന്നത് 1, 3 എന്ന ആ നമ്പറിലുള്ള കണക്ഷനുകളിലേക്കാണ്. അത് ഇതിന്റെ പോളുകളാണ്. ഇത് നമ്മുടെ സാധാരണ DP സ്വിച്ച് പോലെ വർക്ക് ചെയ്യുന്ന ഒരു സ്വിച്ച് തന്നെയാണ്. പക്ഷേ ഇതിന്റെ കോയിലിലേക്ക് സപ്ലൈ വരുമ്പോൾ മാത്രമാണ് ഇത് ഓൺ ആവുക. അപ്പോൾ അതാണ് നമ്മൾ ടൈമർ സ്വിച്ച് വഴി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ പോളിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കണക്ട് ചെയ്യുന്നത്. അത് 1, 3 എന്നുള്ള ആ നമ്പറിലുള്ള കണക്ഷനുകളാണ്. അപ്പോൾ അതിന്റെ സ്ക്രൂകൾ ഇതുപോലെ ലൂസ് ചെയ്തിട്ട് അതിലേക്ക് വയർ കടത്തി വെച്ചിട്ട് അത് ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിന്റെ രണ്ടിന്റെയും സ്ക്രൂ ലൂസ് ആക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ഒന്നാമത്തെ കണക്ഷൻ കൊടുക്കുകയാണ്. ഒന്നാമത്തെ വയർ ഇതുപോലെ കടത്തി വെച്ചിട്ട് സ്ക്രൂ നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിവിടെ കാണാം നമ്മളിവിടെ വളരെ വണ്ണം കുറഞ്ഞിട്ടുള്ള വയറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ കോണ്ടാക്ടർ വഴി നമ്മളിപ്പോൾ ടെസ്റ്റിങ്ങിന് വേണ്ടി ചെറിയ ലോഡ് മാത്രമാണ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചെറിയ വയർ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇതിൽ നിന്ന് കണക്ട് ചെയ്യുന്ന ലോഡ് എത്ര വാട്ടിൻ്റെയാണോ അതിനനുസരിച്ച് വണ്ണമുള്ള വയറുകൾ തന്നെ ഇതിന്റെ ഇൻപുട്ടായിട്ട് ഉപയോഗിക്കണം. ടൈമർ സ്വിച്ചിലേക്ക് പോകുന്ന വയറുകൾ ചെറുത് മതി. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ലോഡിനനുസരിച്ചുള്ള വയറുകൾ തന്നെ ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മളിവിടെ ചെയ്തത് ഈ 2 പിന്നിൽ നിന്ന് വരുന്ന 230 വോൾട്ട് സപ്ലൈ ടൈമർ സ്വിച്ചിന്റെ ഇൻപുട്ടിലേക്കും കോണ്ടാക്ടറിന്റെ 2 പോളുകളിലേക്കും കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ കോണ്ടാക്ടർ ഓൺ ആവുമ്പോൾ പോളുമായിട്ട് കണക്ഷൻ വരുന്ന 2, 4 എന്നിങ്ങനെയുള്ള 2 കണക്ഷൻ പോയിന്റുകളിലേക്കാണ് ഔട്ട്പുട്ട് ലോഡ് കണക്ട് ചെയ്യേണ്ടത്. നമ്മളിവിടെ ഔട്ട്പുട്ട് ലോഡ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബൾബാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഹോൾഡർ എടുത്തിട്ടുണ്ട്. ആ ഹോൾഡറിന്റെ ആദ്യത്തെ കണക്ഷൻ 2 എന്ന് എഴുതിയിരിക്കുന്ന കണക്ഷൻ പോയിന്റിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ കണക്ഷൻ അതിന്റെ 4 എന്ന് എഴുതിയിട്ടുള്ള കണക്ഷൻ പോയിന്റിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ കണക്ഷനുകളും നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഒട്ടും ലൂസ് കണക്ഷൻ വരാതെ നോക്കുക. ഇപ്പോൾ നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഔട്ട്പുട്ട് ലോഡിലേക്കും കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഈ കോണ്ടാക്ടറിന്റെ പോളിലേക്ക് ഇൻപുട്ട് 230 വോൾട്ട് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കോണ്ടാക്ടർ ഓൺ ആയാൽ കിട്ടുന്ന ഔട്ട്പുട്ട് ഭാഗത്തേക്ക് ലോഡും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കോണ്ടാക്ടറിന്റെ കോയിലിലേക്ക് സപ്ലൈ കിട്ടി ഇത് ഓൺ ആയാൽ മാത്രമാണ് ഇതിലെ ഔട്ട്പുട്ട് ലോഡ് വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ നമ്മളത് കണക്ട് ചെയ്യാൻ പോകുന്നത് ടൈമർ സ്വിച്ചിന്റെ ഔട്ട്പുട്ടിൽ നിന്നുമാണ്. ടൈമർ സ്വിച്ചിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് വരുന്ന 2 കണക്ഷനുകൾ നമ്മൾ കണക്ട് ചെയ്യുന്നത് നിങ്ങൾക്കിവിടെ കാണാം. ഇതിന്റെ കോയിലിന്റെ കണക്ഷനുകൾ A1 A2 എന്നിങ്ങനെയാണ് ഉള്ളത്. അത് നിങ്ങൾക്കിവിടെ കാണാം. ഈ കോണ്ടാക്ടറിന്റെ മുകളിലായിട്ട് A1ഉം താഴെയായിട്ട് A2ഉം ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ഈ 2 കണക്ഷനുകളിലേക്കാണ്. നമ്മൾ ലോഡ് ഔട്ട്പുട്ട് കൊടുത്തതിൻ്റെ മുകളിലായിട്ട് അതിനുള്ള ഹോളും ഉണ്ട്. അപ്പോൾ അതൊരു സ്റ്റെപ്പായിട്ടാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് A2 മാർക്കിംഗ് ഉണ്ട്. അത് നമ്മൾ സ്ക്രൂ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 2 ഹോളുകളിലും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം A1 കണക്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ A1 എന്നെഴുതിയിരിക്കുന്ന ഭാഗത്തുള്ള ആ ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്ക്രൂ ലൂസ് ചെയ്തിട്ട് നേരത്തെ ചെയ്തതുപോലെ അതിലേക്ക് വയർ കടത്തി വെച്ചിട്ട് ഇതുപോലെ കണക്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ കോണ്ടാക്ടറിന്റെ കോയിലിലേക്കുള്ള ഒന്നാമത്തെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി കോയിലിന്റെ രണ്ടാമത്തെ കണക്ഷനാണ് ഉള്ളത്. അത് A2 എന്ന് എഴുതിയിരിക്കുന്നതാണ്. A2ന്റെ സ്ക്രൂ ലൂസ് ചെയ്തിട്ട് അതിലേക്ക് വയർ കടത്തി വെച്ചിട്ട് കണക്ട് ചെയ്താൽ മതി. ഇവിടെയും നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ഒന്നും നോക്കാനില്ല. ഇതിലെ ടൈമർ സ്വിച്ചിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് വരുന്ന 2 വയറുകൾ പരസ്പരം മാറിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. അത് കോയിലിന്റെ കണക്ഷനുകളിലേക്ക് തന്നെ കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമ്മളിവിടെ ചെയ്തത് ഇതിന്റെ ഇൻപുട്ട് 230 വോൾട്ട് സപ്ലൈ ടൈമർ സ്വിച്ചിലേക്കും അതുപോലെ തന്നെ കോണ്ടാക്ടറിന്റെ പോളിലേക്കും കണക്ട് ചെയ്തു. ടൈമർ സ്വിച്ചിൽ നമ്മൾ സെറ്റ് ചെയ്തത് പ്രകാരം ടൈമർ ഓൺ ആകുമ്പോൾ അതിന്റെ ഔട്ട്പുട്ടായിട്ട് വരുന്ന സപ്ലൈ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് കോണ്ടാക്ടറിന്റെ കോയിലിലേക്കാണ്. ആ കോയിലിലേക്ക് ഈ ടൈമർ സ്വിച്ചിൽ നിന്നും സപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കോണ്ടാക്ടർ ഓൺ ആവുകയും ഇതുമായി നമ്മൾ ബന്ധിപ്പിച്ചിട്ടുള്ള ഔട്ട്പുട്ട് ലോഡ് വർക്ക് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ടൈമർ സ്വിച്ച് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നെല്ലാം നോക്കാം. ഞാൻ ആദ്യം ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് ലോഡായിട്ട് ഒരു LED ബൾബ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത സമയം പ്രകാരം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ടൈമർ സ്വിച്ചിൻ്റെ സെറ്റിങ്സ് വരുന്നത്. ഇതിൽ ക്ലോക്ക് ടൈമർ എന്നിങ്ങനെ 2 സെറ്റിങ്സ് ആണുള്ളത്. ആദ്യം നമ്മൾ ഇതിൽ ക്ലോക്ക് സെറ്റ് ചെയ്യണം.
നമ്മളിതിൽ ആദ്യം ഒരു സമയം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സമയം പിന്നെ ഇതിൽ ടൈമറിൽ സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ക്ലോക്കിൻ്റെ ബട്ടൺ ഞെക്കി പിടിച്ചിട്ട് നമുക്കിതിൽ മിനിറ്റ് അല്ലെങ്കിൽ ഹവർ, ദിവസം എല്ലാം മാറ്റാൻ പറ്റും. ഇതിൽ ഇന്നത്തെ പ്രസൻറ്റ് ദിവസം ഏതാണെന്ന് ആദ്യം സെറ്റ് ചെയ്യുക. പിന്നെ സമയം നമുക്ക് ഹവർ സെറ്റ് ചെയ്യാം, അതുപോലെ മിനിറ്റും ഇതേപോലെ തന്നെ സെറ്റ് ചെയ്യാം. ഇതിൻ്റെ സെറ്റിംഗ് വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് എന്തായാലും ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ സമയം സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ 16 രീതിയിലുള്ള ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ടൈമറിൻ്റെ ബട്ടൺ ഞെക്കുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം 1 ഓണ് 1 ഓഫ്, അതുപോലെ 2 ഓണ് 2 ഓഫ്, 3 ഓണ് 3 ഓഫ്, അങ്ങനെ 16 രീതിയിലുള്ള സമയത്ത് 16 സമയങ്ങളിൽ നമുക്ക് ഓണാവുന്ന രീതിയിലും 16 സമയങ്ങളിൽ ഓഫ് ആവുന്ന രീതിയിലും നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ 24 മണിക്കൂർ ഫോർമാറ്റിലാണ് ഇതിൻ്റെ സമയം വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇപ്പോഴത്തെ സമയം 2:49 ആണ്, അതായത് 14:49. അപ്പോൾ നമ്മൾ ഇതിൽ 2:55 ഇത് ബൾബ് ഓൺ ചെയ്യുന്ന രീതിയിൽ ഇതിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒന്നാമത്തെ ഓൺ ടൈമർ നമ്മൾ വെക്കുന്നത് 2:55 ആണ്. അതുപോലെ തന്നെ ഒന്നാമത്തെ ഓഫ് ടൈമർ വെച്ചിട്ടുള്ളത് 2:59 ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് സപ്ലൈ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം. ഇപ്പോൾ സമയം 2:54 ആണുള്ളത്. ഇനി 2:55 ആകുന്നതോടുകൂടി തന്നെ നമ്മൾ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന 2:59 ആകുമ്പോൾ അതേപോലെ ലോഡ് ഓഫ് ആവുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ലോഡുകൾ എത്ര ഹെവി ആയിട്ടുള്ളതാണെങ്കിലും അതിനനുസരിച്ചുള്ള കോണ്ടാക്ടർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റും. അതിനനുസരിച്ചുള്ള ആംബിയറുള്ള കോണ്ടാക്ടറും വയറും ഉപയോഗിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലൊരു ടൈമറും കോണ്ടാക്ടറും ഘടിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനങ്ങളിലും അതുപോലെ കൃഷി സ്ഥലങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഹെവി ആയിട്ടുള്ള മോട്ടോറുകളും പമ്പ് സെറ്റുകളും മറ്റു ഉപകരണങ്ങളും എല്ലാം നമുക്ക് ഈ ടൈമർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് പ്രവർത്തിപ്പിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ വരെ പോയി ഓണാക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയനഷ്ടവും ഇന്ധന നഷ്ടവും എല്ലാം നമുക്ക് ലാഭിക്കാനും പറ്റും. ഇതുപോലെ ടൈമർ സ്വിച്ചിലേക്ക് കോണ്ടാക്ടർ ഉപയോഗിച്ചു എന്ന് കരുതി അതിൽ ചെറിയ ലോഡ് വർക്ക് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമൊന്നുമില്ല. ചെറിയ ലോഡും വലിയ ലോഡും എല്ലാം ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മുടെ കയ്യിൽ വേറെയുമുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച സെൻസർ സ്വിച്ചാണിത്. രാത്രിയായി കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആകാനും പകലായി കഴിഞ്ഞാൽ ഓഫ് ആകാനും ഉപയോഗിക്കാം. ഇതിലേക്ക് 2000 വാട്ട് വരെയുള്ള ലോഡുകളും കണക്ട് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ ലോഡുകൾ കണക്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ ഒരു കോണ്ടാക്ടർ കൂടി കണക്ട് ചെയ്താൽ മതി. അതിന്റെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി, അത് നമുക്ക് വേറെ ചെയ്യാവുന്നതാണ്. ഇതുപോലെ നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരുപാട് ഓട്ടോമാറ്റിക് പ്രോഡക്റ്റുകൾ ഇപ്പോൾ ലഭ്യമാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ അവയെല്ലാം നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് ലഭിക്കും. ഇപ്പോൾ ഈ കാണിക്കുന്ന സോളാർ വാൾ ലാമ്പ് നമുക്ക് ഔട്ട്ഡോർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ചാർജ് ആവും, ആൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഹലോനിക്സിന്റെ റഡാർ സെൻസർ ബൾബ് സാധാരണ ഹോൾഡറിൽ ഉപയോഗിക്കാം, ആൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഇപ്പോൾ കൊറിയറിൽ ലഭ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുന്നതിനും ഇത്തരം പ്രോഡക്റ്റുകൾ ഓൺലൈനായിട്ട് വാങ്ങുന്നതിനുമൊക്കെയുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്